MBBS പഠിക്കാൻ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ ഏതാണ്? ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പക്ഷേ ഇതിന് ശരിക്കും ഒരു വൺ വേർഡ് ആൻസർ തരാനില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്ത്യ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് സീറ്റോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി എടുക്കാൻ പറ്റും. പ്രൈവറ്റ് സീറ്റ് മാത്രമാണ് നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ അബ്രോഡ് ഏതെങ്കിലും ഒരു കൺട്രിയിൽ UK-ലോ US-ലോ അല്ലെങ്കിൽ ജർമ്മനി, കാനഡ, ഫ്രാൻസ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇന്ത്യയിലേക്കാളും ബെറ്റർ ഓപ്ഷൻസ് അബ്രോഡ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള MBBS എഡ്യൂക്കേഷനും അബ്രോഡുള്ള MBBS എഡ്യൂക്കേഷനും എടുത്തിട്ട് ഒരു അൾട്ടിമേറ്റ് കമ്പാരിസൺ നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വീഡിയോ അല്ല, ഒരു സീരീസ് ഓഫ് വീഡിയോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ എഡ്യൂക്കേഷന്, ക്ലിനിക്കൽസ്, അഡ്മിഷൻ പ്രോസസ്, PG ഓപ്ഷൻസ്, ജോബ് ഓപ്ഷൻസ്, ബഡ്ജറ്റ് കമ്പാരിസൺ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ പഠിക്കുന്നതിലും അബ്രോഡ് പഠിക്കുന്നതിലും എടുത്തിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു അടിപൊളി സീരീസ് ആണ്. സോ ഈ സീരീസിലെ അടുത്ത വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ റിലീസ് ആവും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന രാധികേനെയും അതേപോലെ ബൾഗേറിയയിലുള്ള സോഫിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എറിക്കിനെയും കോളിൽ വിളിച്ചിട്ട് അവരുടെ ഒപ്പീനിയനും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷനും അബ്രോഡ് എഡ്യൂക്കേഷനും എടുത്തിട്ട് ഓരോരോ കാര്യങ്ങളായിട്ടൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ക്ലാസ് ടൈമിംഗ് നോക്കാം. ഇന്ത്യയിൽ നമുക്ക് അറിയുന്നത് പോലെ ഷെഡ്യൂൾഡ് ക്ലാസ് ആയിരിക്കും. അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയോ 9 മണി മുതൽ 5 മണി വരെയോ എന്നുള്ള രീതി. ഇനി അബ്രോഡ് ആണെങ്കിൽ അബ്രോഡ് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെയാണ് ടൈമിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തും ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ജോർജിയ പോലുള്ള കൺട്രീസിലാണെങ്കിൽ ക്ലാസ്സിന് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല. എപ്പോഴാണോ ലെക്ചേഴ്സ് അവൈലബിൾ ആവുന്നത് ആ സമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അത് ഡേ ടൈമിലായിരിക്കാം, ചിലപ്പോൾ നൈറ്റ് ആയിരിക്കാം. ആ ഷെഡ്യൂൾ കുട്ടികൾക്ക് കൊടുക്കും. ആ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവും. ഇനി കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ബൾഗേറിയ ഇതുപോലുള്ള കൺട്രീസിലാണെങ്കിൽ രാവിലെ 8 മണിന്റെയും വൈകുന്നേരം 6 മണിന്റെയും ഇടയിൽ ഏതെങ്കിലും സമയത്തായിരിക്കും ക്ലാസ് ഉണ്ടാവും. അതായത് ചില സമയത്ത് രാവിലെ ആയിരിക്കും, ചില സമയത്ത് വൈകുന്നേരം ആയിരിക്കും. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ് ഉള്ള കോളേജുകളും ഉണ്ട്. ഇനി നമ്മൾ ഈജിപ്ത് നോക്കുന്ന സമയത്ത് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്ലാസ്. അതായത് അബ്രോഡ് കൺട്രീസിൽ ടൈം ഫിക്സ്ഡ് അല്ല, വേരിയേഷൻസ് വരാറുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലും അബ്രോഡും പഠിക്കാനുള്ള സബ്ജക്ട്സ് നോക്കാം. ആദ്യം നമുക്ക് ഇന്ത്യയിൽ നോക്കാം. ഇന്ത്യയിൽ ഇപ്പൊ NMC CBME ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് MBBS സിലബസിനെ കൊണ്ടുവന്നത്. CBME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പഠിച്ചത് പോലെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ കോമ്പിറ്റൻസി ബേസ്ഡ് ആയി എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. അതായത് ഈ മെത്തേഡ് കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന തിയറി എങ്ങനെയാണ് ക്ലിനിക്കൽസിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് CBME കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോൺ ഫ്രാക്ചർ കേസ് വന്നിരിക്കാം. ഈ സമയത്ത് ആ ബോണിന്റെ അനാട്ടമി നോക്കി അനാട്ടമിയിൽ അവർ പഠിച്ച തിയറി എങ്ങനെ ഇവിടെ ഈ ഒരു കേസിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഈ ഒരു CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റുകൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 19 സബ്ജക്റ്റുകളാണ്. ആ സബ്ജക്റ്റുകളെ പ്രീ ക്ലിനിക്കൽസ്, പാരാ ക്ലിനിക്കൽസ്, ക്ലിനിക്കൽസ് എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 1-2 പ്രീ ക്ലിനിക്കൽസ്, 3-5 പാരാ ക്ലിനിക്കൽസ്, 6-9 ക്ലിനിക്കൽസ് ഇങ്ങനെയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത് എയിംസിന്റെ സിലബസ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ പ്രീ ക്ലിനിക്കൽസിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അനാട്ടമി, ബയോ കെമിസ്ട്രിയും ഫിസിയോളജിയാണ്. അതുപോലെ പാരാ ക്ലിനിക്കൽസിൽ ഫോറൻസിക് മെഡിസിൻ, ടോക്സോളജി, പാത്തോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി. ഇനി ക്ലിനിക്കൽ ഇയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് അലൈഡ് സബ്ജക്ട് ആണ്. ഈ അലൈഡ് സബ്ജക്റ്റിൽ വരുന്നതാണ് സൈക്കാട്രി, ഡെർമറ്റോളജി പോലുള്ള സബ്ജക്റ്റുകൾ, പീഡിയാട്രിക്സ്, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ വേറെ. ഇതല്ലാതെ ക്ലിനിക്കൽ ഇയേഴ്സിൽ ജനറൽ മെഡിസിൻ, റെസ്പിറേറ്ററി മെഡിസിൻ, പീഡിയാട്രിക്സ്, സർജറി ആൻഡ് അലൈഡ് സബ്ജക്ട്സ്, ഓഫ്താൽമോളജി, ഓർത്തോപെഡിക്, അനസ്തേഷ്യോളജി, റേഡിയോ ഡയഗ്നോസിസ് ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ വേറെയും വരുന്നത്. പിന്നെ അബ്രോഡ് യൂണിവേഴ്സിറ്റിയിലെല്ലാം പ്രൊഫസേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുള്ളതും കുട്ടികൾ റെഫർ ചെയ്യാറുള്ളതും ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്കുകളാണ്. ഇനി അബ്രോഡ് നോക്കുന്ന സമയത്ത് 5 വർഷത്തെ കോഴ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പും, അതായത് ടോട്ടൽ 12 സെം ആണ്. ഓരോ വർഷവും 2 സെം വെച്ച്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NMC ഗൈഡ് ലൈൻസിൽ ഷെഡ്യൂൾ 1 ഇന്ത്യ ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾ MBBS സിലബസിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നുള്ളത്. ഈ സബ്ജക്റ്റുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം അവരുടെ സിലബസ് നോക്കുക, എന്നിട്ട് ഷെഡ്യൂൾ 1 പറഞ്ഞേക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും അവരവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഇപ്പൊ കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്ന ഭൂരിഭാഗം യൂണിവേഴ്സിറ്റിയിലും ഷെഡ്യൂൾ 1 സബ്ജക്റ്റുകൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ചില രാജ്യങ്ങളിലുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഫോളോ ചെയ്യാത്തതായിട്ടും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ചില രാജ്യങ്ങളിൽ അനസ്തേഷ്യ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ചില സബ്ജക്റ്റുകൾ മിസ്സിംഗ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ വന്ന് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ അബ്രോഡ് ഭൂരിഭാഗം കൺട്രീസിലും ECTS സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ECTS എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്കുമുലേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇതിൽ ടോട്ടൽ 360 ക്രെഡിറ്റ് ആണുള്ളത്. അതായത് പെർ ഇയർ 60 ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാവും. ഈ ക്രെഡിറ്റ് ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഓരോ സബ്ജക്ട് ഉണ്ടാവും. അതായത് ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പോൾ സർജറിക്ക് ഇത്ര ക്രെഡിറ്റ് ആണെങ്കിൽ 60ൽ നിന്ന് അത്ര ക്രെഡിറ്റ് സർജറിക്ക് പോയി. ഇനി ബാക്കിയുള്ള ക്രെഡിറ്റ് വെച്ചിട്ടായിരിക്കും അടുത്ത സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതായത് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഓരോ ഇയറിലും സബ്ജക്റ്റുകൾ വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ പ്രീ ക്ലിനിക്കൽ ഇയേഴ്സിൽ, അതായത് ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ഈ ഫിസിയോളജി, അതേപോലെ തന്നെ അനാട്ടമി,
അനാട്ടമി, ബയോ കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. സെക്കൻഡ് ഇയറിലാണ് ഫാർമക്കോളജി, മൈക്രോബയോളജി, പാത്തോളജി ഇതുപോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. എന്നിട്ട് ഫൈനൽ ഇയറിലാണ് സർജറി, അനസ്തേഷ്യ പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇയറിൽ നമ്മൾ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അനാട്ടമിയും ഫിസിയോളജിയും പാത്തോളജിയും ഒക്കെ ആവശ്യമുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് പിന്നെ റിവൈസ് ചെയ്ത് പഠിക്കേണ്ടി വരും. അതായത് എല്ലാ സബ്ജക്റ്റുകളും കണക്റ്റഡ് ആണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ സർജറി പ്രൊസീജിയർ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ നമുക്ക് അനാട്ടമി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ സബ്ജക്ട് വൈസ് കമ്പാരിസൺ ഇന്ത്യയും അബ്രോഡും ചെയ്താണ്ടാവുക. നമുക്ക് ഇനി എക്സാമിനേഷൻ എങ്ങനെയാണ് ഇന്ത്യയിലും അബ്രോഡും എന്നുള്ളത് നോക്കാം. എക്സാമിനേഷൻ ഇന്ത്യയിൽ നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിച്ച പോലെ തന്നെയാണ്. അതായത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടിക്കലും വൈബി ഉണ്ടാവും. ഇതിൽ ഇന്റേണൽ എക്സാമിന് 50% മാർക്ക് കിട്ടിയാലേ ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ CBME സിലബസ് വന്നതിന് ശേഷം അത് 40%ലേക്ക് കുറച്ചിട്ടുണ്ട്. സാധാരണ ഇയർലി 2 ഇന്റേണൽ എക്സാമും ഒരു മോഡൽ എക്സാമാണ് ഉണ്ടാവാറുള്ളത്. ഇനി ഇന്ത്യയിൽ ഇയർ ബാക്ക് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ റീടെസ്റ്റ് ഉണ്ടാവും. ആ റീടെസ്റ്റും ഫെയിൽ ആയാലാണ് നമ്മൾ ഇയർ ബാക്ക് ആവുക. പിന്നെ വേറെ കാര്യം, ഇന്ത്യയിൽ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് നമ്മൾ ഇയർ ബാക്ക് ആവുള്ളൂ. സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് സബ്ജക്റ്റുകൾ കെയർ ചെയ്ത് കൊണ്ടുപോകും. അതായത് ഫൈനൽ ഇയറിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫെയിൽ ആയ സബ്ജക്റ്റുകളെല്ലാം എഴുതി പാസ്സായ മതിയാവും. ഇനി അബ്രോഡ് 2 സെമ്മാണ് ഒരു ഇയറിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓരോ സെമ്മിലും നമുക്ക് ഇന്റേണൽ എക്സാം ഉണ്ടാവും. ഇതിന് ഇന്റേണലിനോ അല്ലെങ്കിൽ മിഡ് ടേമിനോ അല്ലെങ്കിൽ കൊളോക്കിയം എന്നൊക്കെ പറയാറുണ്ട്. ഓരോ രാജ്യത്തിലും ഓരോ രീതിയിലാണ് വിളിക്കാറുള്ളത്. ഇവിടെ എക്സാം ഓരോ രാജ്യത്തും ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യാസമാണ്. ചില യൂണിവേഴ്സിറ്റിയിൽ റിട്ടേൺ ടെസ്റ്റ് ആണ്, ചില യൂണിവേഴ്സിറ്റിയിൽ വൈവയാണ്, ചില യൂണിവേഴ്സിറ്റിയിൽ MCQ ടെസ്റ്റ് ആണ്. പല രീതിയിലുള്ള ടെസ്റ്റുകളാണ്. പിന്നെ ഇന്റേണൽ എക്സാം മാത്രം പാസ്സായ പോരാ, നമുക്ക് സെമിനാർസ് ഉണ്ടാവും, അതുപോലെ ക്ലാസ്സിൽ അറ്റൻഡൻസ് കൺസിഡർ ചെയ്യും, പിന്നെ വൈവ ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും. ഇതിന്റെ എല്ലാ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇന്റേണൽ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് ഇടുന്നത്. ഭൂരിഭാഗം അബ്രോഡ് കൺട്രീസിലും 30% മുതൽ 50% വരെയാണ് ഈ ഒരു ബാരിയർ ഉണ്ടാവുക. അതായത് ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവാനുള്ള മാർക്ക് ഉണ്ടാവുക. ആ മാർക്കിന് ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അതായത് 60 മാർക്കിൽ 30 മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ 20 മാർക്ക് കിട്ടുക, ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ കട്ട് ഓഫ് ഉണ്ടാവും. ഈ കട്ട് ഓഫിന്റെ മുകളിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവും. അതായത് നമുക്ക് അറ്റൻഡൻസ് കുറവാണെങ്കിൽ അസസ്മെന്റിന്റെ മാർക്ക് കുറവായിരിക്കും. അപ്പൊ ഇന്റേണൽ എക്സാം നമ്മൾ എത്ര നന്നായിട്ട് എഴുതി കഴിഞ്ഞാലും ഫുൾ മാർക്ക് കിട്ടിയാൽ പോലും ചിലപ്പോൾ നമുക്ക് ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ കയറൽ നിർബന്ധമായിരിക്കും പല അബ്രോഡ് കൺട്രീസ്. ഇപ്പൊ നമ്മൾ ഇന്റേണൽ എക്സാം ഫെയിൽ ആയി നമുക്ക് വലിയ പ്രശ്നമില്ല, റീടെസ്റ്റ് ചെയ്തിട്ട് പാസ്സായ മതിയാവും. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഇല്ലെങ്കിലോ സെമിനാർ പോലുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിലോ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ അബ്രോഡ് ഇയർ ബാക്ക് നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം കൺട്രീസിലും ഫൈനൽ എക്സാം ഫെയിൽ ആവുന്നതുകൊണ്ടാണ് ഇയർ ബാക്ക് ആവുന്നത്. ഈ ഫൈനൽ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 2 or 3 പ്രാവശ്യമൊക്കെ റീടെസ്റ്റ് കിട്ടാറുണ്ട്. ഇതും ഫെയിൽ ആയി കഴിഞ്ഞാലാണ് ഭൂരിഭാഗം യൂണിവേഴ്സിറ്റിയിലും ഇയർ ബാക്ക് ആവുന്നത്. ഈ ചില അബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ടും ഫീസ് അടക്കാത്തതുകൊണ്ടും ഒക്കെ ഇയർ ബാക്ക് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിന്റെയും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത് ആ യൂണിവേഴ്സിറ്റിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കുക. എന്നിട്ട് ആ വീഡിയോ കണ്ട് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു വിചാരമുണ്ട് അബ്രോഡ് പോയിട്ട് ഈസി ആയിട്ട് പാസ്സായിട്ട് പോരാം. പിന്നെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുത്തൊക്കെ എക്സാമിന് പാസ്സാൻ പറ്റുന്നുള്ളത്. ഒരു വിധത്തിൽ നോക്കി ഇതൊക്കെ ശരിയാണ് കേട്ടോ. ചില കൺട്രീസിൽ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതുപോലെ പൈസ കൊടുത്ത് പാസ്സാവാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് പാസ്സാവാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ മലയാളികൾ പോകുന്ന ഭൂരിഭാഗം യൂണിവേഴ്സിറ്റിയിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല പ്രയാസമാണ് പാസ്സാവാൻ. അതായത് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിലും മാത്രം അബ്രോഡ് ചൂസ് ചെയ്യുക. അബ്രോഡ് ഭൂരിഭാഗം യൂണിവേഴ്സിറ്റിയിലും നല്ല പ്രയാസമാണ് പാസ്സാവാനൊക്കെ. അപ്പൊ നിങ്ങൾ നല്ല ഫോക്കസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ് പോകാം. അപ്പൊ ഇത്രയാണ് എഡ്യൂക്കേഷൻ ബേസ് അബ്രോഡിന്റെയും ഇന്ത്യയുടെയും കമ്പാരിസൺ. ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് അബ്രോഡ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന രാധികേനെയും അതുപോലെ ബൾഗേറിയ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എറിക്കിനെയും വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ അവരുടെ ഒപ്പീനിയനും കൂടെ ചോദിച്ചു നോക്കാം. ആദ്യം രാധികയോട് ചോദിക്കാം. രാധിക, നമുക്ക് MBBS പഠിക്കുന്ന സമയത്ത് കടാവറിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്? ഇപ്പൊ സ്റ്റിമുലേറ്റർ വെച്ച് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ കടാവർ ഡൈസെക്ഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ? അവിടെ കടാവർ ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു കടാവർ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അങ്ങനത്തെ രീതിയിലല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേക്കും. അത് PGC ഡിസെക്ട് ചെയ്ത് പഠിക്കും. അതാണ് നമ്മൾ അവരെ പഠിപ്പിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് കടാവർ മാറിക്കൊണ്ടേക്കും. ആൻഡ് കടാവർ അവൈലബിൾ ആയൊരു കാര്യമാണ്. ഇപ്പം ഗവൺമെന്റ് കോളേജിൽ പറഞ്ഞാൽ കടാവർ നമുക്ക് കിട്ടുന്നത് ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതല്ല ആ ബോഡി ഏറ്റെടുക്കാൻ ആരും ഇല്ല എങ്കിൽ ആ ഒരു ബോഡി നമ്മൾ കടാവറായിട്ട് യൂസ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് കടാവർ അവൈലബിൾ ആണ്. അങ്ങനെ അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഡിസെക്ട് ചെയ്യാൻ ഒരു ബോഡി ഇല്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കടാവർ അവിടെ ഈസിലി അവൈലബിൾ ആണ്. ഓക്കെ രാധിക, അപ്പോൾ എറിക്കിന് എങ്ങനെ ബൾഗേറിയയിൽ ഇതേപോലെ തന്നെയാണോ കടാവർ അവൈലബിൾ ആണോ? സോ ഇവിടെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പിനായിട്ട് കടാവർ അങ്ങനെയല്ല. അനാറ്റമി ലാബിൽ ഒരുപാട് സ്പെസിമെനുകളുണ്ട്. ഓരോ ഓർഗൻസും ബോഡി പാർട്സിന്റെയും സ്പെസിമെൻ അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. ഡൈസെക്ഷൻ ഒന്നും ഇല്ല, ഓൾറെഡി ഡൈസെക്റ്റഡ് ആയിട്ടുള്ള കടാവേഴ്സ് ആണ് അവിടെ ഉള്ളത്. അവിടെ പല സ്പെസിമെൻ, ഓരോ ഓർഗന്റെ തന്നെ പല സ്പെസിമെനുകളുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും അനാറ്റമി ലാബിൽ പോയി നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് നോക്കി തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കാൻ നമുക്ക് നോക്കാം. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കടാവേഴ്സിനൊന്നും ഒരു കുറവുമില്ല. നമുക്ക് ഈവൻ ക്ലാസ് നടക്കുക ഫുൾ ബിസി ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോഡി പാർട്സും ഓർഗൻസും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ രാധിക, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുള്ള ക്ലാസിന്റെ ടൈമിങ്ങും അതുപോലെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് ഒക്കെ എക്സാക്ട്ലി ഷെഡ്യൂൾഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇവരിപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ പ്രൊഫസേഴ്സ് ആണ്. അതിലിപ്പം ക്ലിനിക്കലായ ഇപ്പോൾ ഫിസിയോളജി അനാട്ടമി ആണെങ്കിൽ ലൈക്ക് അവർ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ അവർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അവർ ജസ്റ്റ്
സ്പെഷ്യലിസ്റ്റ് പ്രൊഫസേഴ്സ് ആയിരിക്കും, അവർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ഹോസ്പിറ്റലിൽ. പക്ഷേ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന മെഡിസിൻ പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ ഇവർ ലൈക്ക് പ്രൊഫസേഴ്സും ആണെങ്കിൽ അവർ ക്ലിനിക്കലി വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ആയിരിക്കും, അവർ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അവർ ചിലപ്പോൾ ക്ലാസ് ക്യാൻസൽ ചെയ്യും. പക്ഷേ ഒക്കെ നേരത്തെ ഷെഡ്യൂൾഡ് ആയിരിക്കും. നമ്മുടെ ക്ലാസ് ബേസിക്കലി പറഞ്ഞാൽ ഇതാണ് പാറ്റേൺ. ഫസ്റ്റ് ഇയറിന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സെക്കൻഡ് ഇയർ എനിവേ. സെക്കൻഡ് ഇയറിൽ പറഞ്ഞാൽ നമുക്ക് പോസ്റ്റിംഗ് തുടങ്ങും, നമ്മൾ പേഷ്യൻസിനെ കണ്ടു തുടങ്ങുന്ന കൊല്ലാണ്. അപ്പോൾ 8 to 4 ആണ് ക്ലാസ് എങ്കിൽ 8 to 9 തിയറി ക്ലാസ് ഉണ്ടാവും, ഡെയിലി ഉണ്ടാവും. എന്തെങ്കിലും ക്യാൻസലേഷൻ വന്നാൽ അവർ രാവിലെ അറിയിക്കും ഈ ഒരു ഡോക്ടറിന് ഇങ്ങനത്തെ ഒരു എമർജൻസി വന്നതുകൊണ്ട് പറ്റൂല എന്നുള്ളത്. അത് പൊതുവേ ക്ലിനിക്കൽ സബ്ജക്ട് ഇപ്പോൾ ഗൈനക്കോളജി മെഡിസിൻ ഒക്കെയാണ് ക്യാൻസൽ ആവുക. പിന്നെ പറഞ്ഞാൽ 9 to 12 ആണ് പോസ്റ്റിംഗ്. ഏതാണോ പോസ്റ്റിംഗ് ഉള്ളത് ഓരോ മന്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉണ്ടാവുക. ചില മന്ത് സർജറി ഉണ്ടാവും, അടുത്ത മന്ത് അങ്ങനെയാണെങ്കിൽ OBG ഗൈനക്കോളജി, പിന്നെ അടുത്ത മന്ത് എനിക്കിപ്പം കറന്റ് പീഡിയാട്രിക് പോസ്റ്റിംഗ് ആണ്, ലാസ്റ്റ് മന്ത് എനിക്ക് സൈക്കാട്രി ആയിരുന്നു. അങ്ങനെ അപ്പോൾ ലൈക്ക് അങ്ങനെ പോസ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടേക്കും. അത് 12 വരെ ഉണ്ടാവും. പിന്നെ 12 to 1 ആണ് ഞങ്ങളുടെ ബ്രേക്ക് ടൈം. അതിനുശേഷം 1 to 2 വീണ്ടും ഒരു തിയറി ക്ലാസ് ഉണ്ടാവും. ആൻഡ് 2 to 4 ഞങ്ങൾക്ക് ലാബ് ഉണ്ടാവും, മൈക്രോബയോളജി മൺഡേസ് ഉണ്ടാവും. പിന്നെ അതിനുശേഷം ട്യൂസ്ഡേ അങ്ങനെയാണെങ്കിൽ പാത്തോളജി ഉണ്ടാവും. പിന്നെ അടുത്ത ദിവസം ഫാർമക്കോളജി ഉണ്ടാവും. അങ്ങനെ പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് ഇതിങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് തേഴ്സ്ഡേസ് ഉണ്ടാവും. ഫ്രൈഡേ പിന്നെ ലൈക്ക് 1 to 4 വരെ തിയറി ക്ലാസ്. അപ്പോൾ 1 to 2 ഒരു തിയറി, 2 to 3 അടുത്തത്, 3 to 4 അടുത്ത തിയറി. ഈ ഒരു പാറ്റേണിലാണ് ക്ലാസ് പോകുക. ഓക്കെ, എറിക്കിൽ എങ്ങനെയാണ് ബൾഗേറിയയിലെ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ലാസ് ടൈമിങ്സ് രാവിലെ 8 മണി തൊട്ട് 7:30 വരെ യൂണിവേഴ്സിറ്റി പ്രീ ക്ലിനിക്കൽ ബിൽഡിംഗ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ടൈമിൽ പല ഷെഡ്യൂളുകളിലായിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് വരാറ്. കണ്ടിന്യൂസ് ലെസൺസ് അല്ല, അധികവും ചിലപ്പം 8 തൊട്ട് 9:30 വരെ ഒരു ക്ലാസ്, പിന്നെ ഒരു 15 minutes ബ്രേക്ക്, പിന്നെ അടുത്ത ക്ലാസ് കാണും 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ടുള്ള അവർ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. ചിലപ്പോൾ 8 തൊട്ട് 9:30 വരെ ക്ലാസ്, പിന്നത്തെ അവർ ഫ്രീ, പിന്നെ കണ്ടിന്യൂ, പിന്നെ അടുത്ത സബ്ജക്റ്റിന്റെ സെമിനാറോ ലെക്ചറോ കാണും. അങ്ങനെയാണ്. കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് ക്ലാസ്സസ് ആയിട്ടല്ല ഇവിടുത്തെ സിസ്റ്റം. ഓക്കെ, പിന്നെ അതുപോലെ അബ്രോഡ് പല യൂണിവേഴ്സിറ്റിയിലും പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആ ഒരു സബ്ജക്ട് പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ഇയറിൽ നമുക്ക് രണ്ടാമത്തെ കണ്ടിന്യൂഷൻ സബ്ജക്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പ്രീ റിക്വസൈറ്റ്സ് ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് അവിടെ തന്നെ തീരും. അതായത് ഇപ്പം അനാട്ടമി, ഫിസിയോളജി, ബയോകെം ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ആണ്. അവരുടെ പേരേ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്. അപ്പോൾ അത് അവിടെ തന്നെ തീരും, ഫസ്റ്റ് ഇയറിൽ തീരും. അനാട്ടമി 1, 2 അങ്ങനെ ഡിവിഷൻസ് ഇല്ല. അനാട്ടമി നമ്മളിങ്ങനെ ലൈക്ക് എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്ട് ആണ്. പിന്നെ സെക്കൻഡ് ഇയറിൽ പറഞ്ഞാൽ സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ആണ് മൈക്രോബയോളജി, ഫാർമക്കോളജി, അതേപോലെ തന്നെ പാത്തോളജി. അപ്പോൾ അത് അവിടെ തീരും. അതല്ലാതെ ലൈക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് സെക്കൻഡ് ഇയറിൽ തുടങ്ങുന്ന സബ്ജക്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ സബ്ജക്ട്സ് ഇല്ലേ, മെഡിസിൻ, OBG, ഗൈനക്കോളജി, ഈ സർജറി ഒക്കെ, അതൊക്കെ ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സബ്ജക്ട്സ്. ഇതിന് പറഞ്ഞാൽ ഇന്റേണൽ എക്സാമേ നടക്കുള്ളൂ. ഇതിന്റെ യൂണിവേഴ്സിറ്റി നടക്കാൻ പോകുന്ന 3rd ഇയറിലാണ്. കാരണം ഇത് 3rd ഇയർ സബ്ജക്ട്സ് ആണ്, ഈവൻ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക്. അപ്പം ഇതിൽ സെക്കൻഡ് ഇയറിൽ അവർ ഇന്റേണൽ എക്സാം നടത്തും. ആൻഡ് 3rd ഇയറിൽ അവർ നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് അപ്പിയർ ചെയ്യിപ്പിക്കും. ഈ ഇന്റർണൽ എക്സാമിന്റെ ബേസിസ് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള അപ്പിയർ ചെയ്യാൻ ഒരു മാർക്ക് വേണമല്ലോ. ആ മാർക്ക് ഉണ്ടോ എന്ന് അവർ നോക്കും. ലൈക്ക് 40% എന്തോആണ് ക്രൈറ്റീരിയ പറയാറുള്ളത്. അപ്പം ലൈക്ക് ആ മാർക്കിന് വേണ്ടിയിട്ട് അവർ ഇന്റർണൽ എക്സാം നടത്തും. പക്ഷേ നമ്മൾ സെക്കൻഡ് ഇയറിൽ അപ്പിയർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ആയ മൈക്രോ, പാത്തോ, ഫാർമക്കാണ്. അതല്ലാതെ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ലൈക്ക് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ 3rd ഇയറിൽ അത് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് 3rd ഇയറിലാണ് അതിന്റെ യൂണിവേഴ്സിറ്റി ചെയ്ത്. ഓക്കെ, എറിക് ബൾഗേറിയയിൽ എങ്ങനെയായിരുന്നു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ? സോ നമുക്ക് സബ്ജക്ട് വൈസ് ആണ് പോകുന്നത്. ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റ് ആണ് സൈറ്റോളജി. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അനാറ്റമി പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയർ ഹിസ്റ്റോളജിയും വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ സൈറ്റോളജിയുടെ എക്സാം കഴിയും. ഓർഗൻ വൈസ് അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് ആവുന്നത്. ഫോർ എക്സാമ്പിൾ അനാറ്റമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനാറ്റമി നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കുന്നത് ബോൺസിന്റെ അനാറ്റമിയാണ്. സെക്കൻഡ് സെമിസ്റ്ററിൽ മസിൽസും ടോപ്പോഗ്രഫിയും വരും. 3rd സെമിസ്റ്ററിൽ ഇന്റേണൽ ഓർഗൻസും 4th സെമിസ്റ്ററിൽ ന്യൂറോ അനാറ്റമി അങ്ങനെ വരുന്നത്. അങ്ങനെ സിസ്റ്റമിക് ആയിട്ടാണ് പോകുന്നത് അനാറ്റമിയുടെ ഷെഡ്യൂളും എക്സാമും ഒക്കെ. ഓക്കെ, അതുപോലെ ഇയർ ബാക്ക് ഉണ്ടോ? ശരിക്കും കേരളത്തിൽ ഇയർ ബാക്ക് ഉണ്ടോ? അധികം ഇതിപ്പം ലൈക്ക് ഫസ്റ്റ് ഇയറിലും ഫൈനൽ ഇയറിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇയർ ബാക്ക് വരുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ തോറ്റാലും കൂടെ എഴുതിയെടുക്കുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഇപ്പം ഒരു സ്റ്റുഡന്റ് തോറ്റു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നു കഴിഞ്ഞു, തോറ്റു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു 3 വീക്കിനുള്ളിൽ സേ എക്സാം നടത്തും. അതും തോറ്റു കഴിഞ്ഞാൽ അവരിപ്പോൾ ജൂനിയേഴ്സിന്റെ കൂടെ ഇരിക്കണം. ഇപ്പം നമ്മുടെ ബാച്ച് പറഞ്ഞ 250 സ്റ്റുഡൻസ് ആണ്. 240 സ്റ്റുഡൻസ് പാസ്സായി, 10 സ്റ്റുഡൻസ് ഫെയിൽ ആയി. 10 സ്റ്റുഡൻസിൽ ആക്ച്വലി 240 കുറെ പേര് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സേ എക്സാം എഴുതിയെടുത്തു, പാസ്സായി. പക്ഷേ 10 സ്റ്റുഡൻസ് അതിലും ഫെയിൽ ആയി. അപ്പോൾ ലൈക്ക് അവരെന്തെന്ന് വെച്ചാൽ അവരിപ്പോൾ ജൂനിയേഴ്സിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ബൾഗേറിയയിൽ എങ്ങനെയായിരുന്നു ഇയർ ബാക്ക്? എറിക് ഇയർ ബാക്ക് വരുന്നത് മോർ ദാൻ 2 സബ്ജക്ട്സ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുമ്പോഴാണ്. അതായത് ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയറിലോട്ട് 2 സബ്ജക്ട്സ് ഉണ്ടാവും. സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് 2 സബ്ജക്ട്സ് ഉണ്ടാവും. പക്ഷേ സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സും ക്ലിയർ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ റൂൾ. പിന്നെ റീസെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് നമുക്ക് ജൂലൈയിൽ ആയിരിക്കും മെയിൻ എക്സാം വരിക. ആ സമയത്ത് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടും. പിന്നെ സമ്മർ ഹോളിഡേയ്സ്, അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ റീസെറ്റ് സെഷൻ ഉണ്ട്. അത് ഫ്രീ ആയിട്ടുള്ള സെഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെയ്ഡ് സെഷൻ ഉണ്ട്. അത് 90 ലെവ, നമ്മുടെ നാട്ടിലെ 4000 രൂപ ആണ് പെയ്ഡ് സെഷന് വരുന്നത്. എന്നിട്ടും മോർ ദാൻ 2 സബ്ജക്ട്സ് ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
നമുക്ക് ഇയർ ബാക്ക് വരത്തുള്ളൂ. ഇയർ ബാക്ക് വരുന്നത് ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ കൂടുതലും ഫസ്റ്റ് 3 ഇയേഴ്സിലാണ് ഇയർ ബാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലുള്ളത്. ബയോളജി, കെമിസ്ട്രി, അനാറ്റമി, ഹിസ്റ്റോളജി ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഉള്ളപ്പോഴാണ് ഇയർ ബാക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. തേർഡ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയർ ബാക്ക് വരാനുള്ള ചാൻസസ് പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ രാധിക, നിങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ ഏത് സമയത്താണ് നാട്ടിൽ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വെക്കേഷൻ പറഞ്ഞ ഒന്നും ഇവിടെ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് പറഞ്ഞ ഫസ്റ്റ് ഇയർ ക്ലാസ് കഴിഞ്ഞ് ഒരു സാറ്റർഡേ സൺഡേ ഉണ്ടായത് കൊണ്ട് ഒരു ബ്രേക്ക് ഉണ്ടായി. സാറ്റർഡേ സൺഡേ ആണ് ആകെ കിട്ടിയ ദിവസം. പിന്നെ മൺഡേ വീണ്ടും സെക്കൻഡ് ഇയർ തുടങ്ങുക ചെയ്തത്. 2 ദിവസമാണ് ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ഇയറിന്റെ ഇടയിൽ കിട്ടിയ ലീവ്. ഇതല്ലാതെ ഓണം, വിഷു ആ ടൈമിൽ കുറച്ച് ലീവ് കിട്ടും. അതല്ലാതെ പിന്നെ മേജർ ലീവ് പറഞ്ഞാൽ ഇപ്പം സ്റ്റഡി ലീവ് തന്നെയാണ്. ഇതിപ്പം നമുക്കിപ്പം ജാനുവരി, ഇപ്പം മാർച്ചാണ് എക്സാം എങ്കിൽ ജാനുവരി, ഫെബ്രുവരി ഇവർ ലീവ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ ഇനിയിപ്പം ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ, ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ഇവർ അതിനനുസരിച്ച് പറയും. ഇവിടെ പോർഷൻസ് തീരുന്നതിനനുസരിച്ച് പിന്നെ ഇവിടെ തേർഡ് ആവറേജ് കഴിഞ്ഞാൽ ആണല്ലോ യൂണിവേഴ്സിറ്റി വരിക. അപ്പോൾ തേർഡ് ആവറേജ് കഴിഞ്ഞാൽ ഇവർ പറയും എപ്പോഴാണ് ഇവർ സ്റ്റഡി ലീവ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഒരു വെക്കേഷൻ പറഞ്ഞത്. അപ്പം 2 മന്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടൂർ പോകാനോ ട്രിപ്പ് പോകാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് മന്തിൽ ഈ ഒരു വെക്കേഷൻ പോലെ എൻജോയ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് മന്ത് ആണ് ആക്ച്വലി എല്ലാവരും പഠിക്കാൻ തുടങ്ങിയ കാര്യമായിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അല്ലാതെ വെക്കേഷൻ അങ്ങനത്തെ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാനേ പാടില്ല. ഓക്കെ, അതുപോലെ എരിക്കിന് എങ്ങനെയാ വെക്കേഷൻ? ബൾഗേറിയയിൽ ഇതുപോലെ തന്നെയാണോ? വെക്കേഷൻ ഇല്ല അല്ലെങ്കിൽ വെക്കേഷൻ കിട്ടാറുണ്ടോ? സോ നമ്മുടെ വെക്കേഷൻസ് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള വെക്കേഷൻ വരുന്നത് സമ്മർ ടൈമിലാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്ത് 2 മാസം ഉണ്ടാവും. സെപ്റ്റംബർ എൻഡിൽ ആണ് പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീസെറ്റ് സെഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വരേണ്ടി വരും. സെപ്റ്റംബർ ആദ്യം തൊട്ട് റീസെറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം റീസെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം. 1.5 മാസം 2 മാസം എങ്ങനെയാണെങ്കിലും കിട്ടും. പിന്നെ ഹോളിഡേയ്സ് വരുന്നത് ക്രിസ്മസിന്റെ സമയത്ത് ഒരു 2 ആഴ്ച ഉണ്ടാവും. ഈസ്റ്ററിന്റെ സമയത്ത് ഒരു 2 ആഴ്ച ഉണ്ടാവും. പിന്നെ ഈ ടൈമിലൊക്കെ നമ്മൾ ക്ലാസ്സസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 വീക്സ് എടുക്കാൻ പറ്റും. ക്ലാസ് നമുക്ക് എക്സ്ട്രാ ലെസൺസ് പ്രയറായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറിനോട് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കൂടുതൽ ഡബിൾ ലെസൺസ് ചെയ്ത് കവറപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സംസാരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം കിട്ടും. ഇവിടുന്ന് നാട്ടിലോട്ട് അധികവും മെയിൻ വെക്കേഷന്റെ സമയത്താണ് പോകാറ്. അതായത് ജൂലൈ, ഓഗസ്റ്റ് സമയത്ത്. ചെറിയ അവധിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റ് സിറ്റീസിലോട്ടൊക്കെ പോകാറുണ്ട്. പ്ലവൻ, വർണ്ണ ഇങ്ങനത്തെ സിറ്റീസിലൊക്കെ പോകാറുണ്ട്. ബീച്ചും മൗണ്ടനും ഹൈക്കിങ്ങും അങ്ങനത്തെ പല പരിപാടികളുണ്ട്. ഇവിടുന്ന് ബൾഗേറിയൻ ഐഡി വെച്ചിട്ട് നമുക്ക് റുമേനിയ, അങ്ങനത്തെ ജോർജിയ, ക്രൊയേഷ്യ, സൈപ്രസ് ഇങ്ങനത്തെ രാജ്യങ്ങളിലോട്ടൊക്കെ പോകാം. അങ്ങനെയും ചില കുട്ടികളൊക്കെ പോകാറുണ്ട്. ഓക്കെ, അതുപോലെ രാധിക, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇന്ത്യയിൽ കിട്ടുന്ന ക്ലിനിക്കൽസ് ആണല്ലോ. ക്ലിനിക്കൽ എക്സ്പ്ലോഷർ ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ പഠിക്കുന്നതിനുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിനിക്സ് എങ്ങനെയായിരുന്നു കിട്ടാറുള്ളത് ഇവിടെ കാലിക്കറ്റ്? ക്ലിനിക്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡും വൈറ്റ് കോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പോവാം. അപ്പാർട്ട് ഫ്രം ആ ഷെഡ്യൂൾ ടൈം ഞാൻ പറഞ്ഞല്ലോ 9 to 12 ആണ് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവുക. അതല്ലാതെ ഇപ്പോൾ കാഷ്വാലിറ്റി, ഇപ്പം എന്നെ ഫസ്റ്റ് ടൈം സാർ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കാഷ്വാലിറ്റി പോസ്റ്റിംഗ് ആ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിങ് തീരെ ശരിയാവുന്നില്ല. കാരണം ആ കാഷ്വാലിറ്റി പോസ്റ്റിംഗ് വരുന്ന ടൈം പറഞ്ഞാൽ നമുക്ക് 9 to 12 പോസ്റ്റിംഗ് ഉണ്ടാവും. ആ ടൈമിൽ ഒരു ക്ലിനിക്കൽ പാത്തോളജി പറയുന്ന ഒരു പോസ്റ്റിംഗ് ഉണ്ടാവും. പക്ഷേ അത് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനൊന്നും കാണുകയല്ല ചെയ്യുക, നമ്മൾ പാത്തോ ലാബിൽ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് പഠിക്കുക ചെയ്യുക. ആ ക്ലിനിക്കൽ പാത്തോളജിന്റെ കൂടിയാണ് കാഷ്വാലിറ്റി പോസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ കാഷ്വാലിറ്റി പോസ്റ്റിംഗ് 5 to 7 ഉണ്ടാവും. അത് കൂടാതെ ക്ലിനിക്കൽ പാത്തോളജി 9 to 12 ഉണ്ടാവും. ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് ഉണ്ട്. ബാക്കിയുള്ള പോസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ OBG സർജറി ആ സാധനങ്ങളൊക്കെ 9 to 12 ഉണ്ടാവുള്ളൂ. അത് കൂടാതെ നമുക്കിപ്പോൾ പോയി പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം. നമുക്ക് ഹൗസ് സർജൻസിനെ അസിസ്റ്റ് ചെയ്യണമെങ്കിൽ അസിസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചാൽ അവർ ഒന്നും പറയില്ല. നമുക്ക് സ്ട്യൂച്ചർ ചെയ്യണമെങ്കിൽ സ്ട്യൂച്ചർ ചെയ്യുക, പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുക, ECG കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യുക. അതൊക്കെ അവിടെ നിങ്ങൾക്ക് എപ്പം വേണോ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ടൈമിൽ ഇപ്പോൾ ഈവൻ സൺഡേസ് ആയാലും സൺഡേസ് ഇപ്പം എനിക്ക് മെഡിസിനിൽ ഒരു സാർ ഉണ്ട്. ആ സാർ നല്ലോണം പറഞ്ഞു തരും. അപ്പോൾ സൺഡേസ് ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റൗണ്ട്സിന് വരെ നമ്മളെ കൂട്ടും. നമ്മൾ സെക്കൻഡ് ഇയർ ആണെന്ന് നോക്കൂല. അവിടെ PGസിന്റെ കൂടെ നമുക്കും റൗണ്ട്സിന് കയറാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചാൽ അവിടെ ഏത് സാറും പഠിപ്പിച്ചു തരും. നമുക്കിപ്പോൾ ആക്ച്വലി അവിടെ ഡോക്ടേഴ്സിനൊക്കെ നമ്പർ കുറവാണ്. അപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ നമ്മൾ പോയി അവർ BP ഒക്കെ ചെക്ക് ചെയ്യുക, പൾസ് റേറ്റ് നോക്കുക, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ അതിൽ എൻഗേജ് ചെയ്യിപ്പിക്കും. ഹൗസ് സർജൻസ് ആയാലും ഒക്കെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായ എൻവയോൺമെന്റ് ആണ്. പക്ഷേ കോളേജിലെത്തുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ ഓൾറെഡി എക്സോസ്റ്റഡ് പഠിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ച് പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. ഓക്കെ, അതായത് നമുക്കിപ്പം ക്ലിനിക്കൽസ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്നതിന്റെ മുകളിൽ ക്ലിനിക്കൽസ് വേണമെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല ഇന്ത്യയിൽ. ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അവരും തിരിച്ച് ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ആ സ്റ്റുഡന്റിന് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിനനുസരിച്ചിട്ട് അവർ നമ്മൾ റൗണ്ട്സിൽ കൂട്ടും. അതേപോലെ ഇപ്പം HS ആയാലും കൂടി നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. പക്ഷേ ഇപ്പം HSനെ വേണമെങ്കിൽ നമുക്ക് അസിസ്റ്റ് ചെയ്യാം, അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിക്കാം. BP പൾസ് ഒക്കെ നമുക്കിപ്പം ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും ചെക്ക് ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ വക കാര്യങ്ങളിൽ നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപാട് തന്നെ നമ്മൾ ആദ്യം അവരുടെ പൾസ് BP ആണ് നോക്കുക. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിന്ന് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിനനുസരിച്ച് ഇപ്പം ECG ഒക്കെ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ യെസ് പറയും. അവർക്ക് ആക്ച്വലി ഫാക്കൽറ്റീസ് കുറവാണ്. അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫാക്കൽറ്റീസ് കുറച്ച് കുറവായിരിക്കും. അപ്പം അതുകൊണ്ടാണ് HSനും PGസിനും ഒക്കെ ഇത്ര ബേർഡൻ വരുന്നത്. അപ്പം സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് കാണിച്ച് പോകുന്നത് ആക്ച്വലി അവർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, എറിക്കിന് എങ്ങനെ ബൾഗേറിയയിൽ ഇത്രയും ക്ലിനിക്കൽസ് കിട്ടാറുണ്ട്? ഇവിടെ നമ്മളെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഒരു 10 to 12 പേര് വരെയാണ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവാറ്. എൻ്റെ ഗ്രൂപ്പിൽ 7 പേരാണ് ഉള്ളത്. നമ്മളെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് എല്ലാം നടക്കുന്നത്. ലെക്ചേഴ്സിന് എല്ലാവരും ഒരുമിച്ച് വരും. അപ്പോൾ ക്ലിനിക്കൽ ഇയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സെയിം നമ്മളെ ഓരോ ഡോക്ടേഴ്സിന്റെ കൂടെ
അസൈൻ ചെയ്യും. നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പേഷ്യൻസിനെ നമുക്ക് ആസ്കുലേറ്റ് ചെയ്യാം, പെർക്കഷൻ, ഇൻസ്പെക്ഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സൂച്ചറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഡോക്ടറിന്റെ കൂടെ തന്നെ നിന്ന് മാക്സിമം നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കൂടെ തന്നെ നിന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചാൻസസ് തരും. ഞാൻ സമ്മർ പ്രാക്ടീസിന് ഇവിടുത്തെ തന്നെ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ഒരു 2 weeks പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെന്നെ ബ്ലഡ് ഡ്രോ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലിനിക്കൽ ഇയേഴ്സിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് ക്ലാസ്സസ് വരുന്നത്. 4th year തൊട്ടിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോസ്റ്റിംഗ് ആണ്. അത് കഴിയുമ്പോൾ എക്സാം അങ്ങനെയാണ്. ഓക്കെ, അതുപോലെ ബൾഗേറിയയിലെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സോ ബൾഗേറിയയിലെ മാർക്കിംഗ് സിസ്റ്റം തന്നെ ഡിഫറെന്റ് ആണ്. ഔട്ട് ഓഫ് 6 ആണ് മാർക്ക് വരുന്നത്. അതിൽ 2 ആണെങ്കിൽ ഫെയിൽ, 3 ആണെങ്കിൽ പാസ്, പിന്നെ 4, 5, 6 നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ട്. അധികം എക്സാമുകളും ഓറൽ ആണ് വരുന്നത്, പക്ഷേ റിട്ടൺ പാർട്ടും ഉണ്ടാവും. ഇന്റർണൽ എക്സാംസ് എന്ന് പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് കൊളോക്യംസ് ഉണ്ടാവും. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ എല്ലാം നമ്മുടെ സ്റ്റുഡന്റ് കാർഡിൽ എഴുതുന്നുണ്ട്. ഓരോ സബ്ജക്ട്സിനും നമുക്കൊരു കാർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അതിൽ ഓരോ കൊളോക്യത്തിനും നമ്മുടെ പെർഫോമൻസ് നോട്ട് ഡൗൺ ചെയ്യും. പിന്നെ ഫൈനൽ എക്സാമിന് ഇതേ കാർഡ് നമ്മുടെ എക്സാമിനറിന്റെ അടുക്കലും കിട്ടുന്നതായിരിക്കും. അപ്പം അവർക്ക് നമ്മുടെ സ്കോർസ് നോക്കിയിട്ട് നമ്മൾ കുറച്ചിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാം. പക്ഷേ കൊളോക്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ത്രൂ ഔട്ട് ദി ഇയർ എല്ലാ കൊളോക്യത്തിനും ഫെയിൽ ആയാലും ഫൈനൽ എക്സാമിന് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5ഉം 6ഉം വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും കൊളോക്യത്തിന് പഠിച്ച് എഴുതുന്നതാണ് നല്ലത്. കാരണം ഒന്നാമത്തെ പോർഷൻസ് കവർ ആയി പോകും. പിന്നെ ഫൈനൽ എക്സാം കുറച്ചുകൂടെ ഈസി ആയിരിക്കും, കാരണം നമ്മളെ കുറിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു ഇംപ്രഷൻ കിട്ടും എക്സാമിനേഴ്സിന്. പിന്നെ അധികം എക്സാമുകളും ഫൈനൽ എക്സാം വരുന്നത് സബ്ജക്ട് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ MCQs അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പാർട്ട് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിലബസ് പോയിന്റ്സ് ചിലപ്പോൾ 50 or 100 സിലബസ് പോയിന്റ്സുകളായിരിക്കും ഓരോ സബ്ജക്റ്റിനുള്ളത്. ഇതിൽ നിന്ന് ഒരു 3 അല്ലെങ്കിൽ 4 ടോപ്പിക്കുകൾ നമ്മൾ എടുക്കും. അതിനെക്കുറിച്ചിട്ട് എഴുതാൻ ഒരു 30 minutes to 1 hour ടൈം കിട്ടും. ഈ സമയത്ത് നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ അനുസരിച്ച് നമുക്ക് എക്സാമിനേഴ്സിന്റെ അടുത്ത് പോകാം. അവർ ഈ ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ അവിടുത്തെ സിസ്റ്റം വരുന്നത്. ഓക്കെ, രാധിക കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എങ്ങനെയായിരുന്നു എക്സാം, മാർക്ക്, അതുപോലെ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫൈനൽ ഇയറിന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ, നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ എക്സാമിൽ എല്ലാത്തിനും കൂടി ആവറേജ് എടുക്കുമ്പോൾ 40 കടന്നിട്ടുണ്ടാവണം. ഈ ഒരു അസസ്മെന്റ് ആണ് ഇപ്പം ഉള്ളത്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇപ്പം ആവറേജ് എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തിയറി എക്സാം ഉണ്ടാവും, ഫോളോഡ് ബൈ ദാറ്റ് പ്രാക്ടിക്കൽ. വിത്തിൻ 3 to അല്ലെങ്കിൽ ഒരു 1 week അത് കഴിയുമ്പോഴേക്ക് പ്രാക്ടിക്കൽ തുടങ്ങും. അപ്പം തിയറി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ തുടങ്ങും. ആൻഡ് തിയറി എക്സാംസ് നമുക്ക് ആ ഒരു ഡേയ്സിൽ എക്സാംസ് ആണ് ഉണ്ടാവുക വൈകുന്നേരം. ആൻഡ് രാവിലെ പറഞ്ഞാൽ നമുക്ക് പോസ്റ്റിംഗും തിയറി ക്ലാസ്സും നോർമൽ പോലെ തന്നെ നടക്കും. ഇപ്പോൾ ഉച്ചയ്ക്കാണ് എക്സാം എങ്കിൽ, അപ്പോൾ ക്ലാസ്സസ് ആ ടൈമിലും നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്നില്ല. എക്സാം നടക്കുന്ന ടൈമിൽ ക്ലാസ് ഉണ്ടാവില്ല, ബാക്കിയുള്ള ടൈമിൽ പോസ്റ്റിങ്ങിന് പോകണം. അങ്ങനെ തന്നെ നോർമലായിട്ട് കാര്യങ്ങൾ പോകും. ഇനിയിപ്പം ഈ ഒരു തിയറി കഴിഞ്ഞു, പിന്നെ അതിനുശേഷം പ്രാക്ടിക്കൽ തുടങ്ങും. പ്രാക്ടിക്കലിൽ പറഞ്ഞാൽ വൈവ സെഷൻസ് ഉണ്ടാവും, സ്പോട്ടസ് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസ് ഓൺ ദ സബ്ജക്ട്. തിയറിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻലി essay questions, ഷോർട്ട് essay questions, അതിനുശേഷം 1 word questions, ഇങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാവുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പ്രാക്ടിക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈവ ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്ക് സെമിനാർസ് നമ്മൾ പറയാം SGD എന്നാണ്. SGD പറഞ്ഞ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആൻഡ് ഇത് പറഞ്ഞാൽ ലാബിന്റെ ടൈമിലാണ് മെയിൻലി ഉണ്ടാവുക. ഇത് കൂടാതെ ഇപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ സബ്ജക്ട് നമ്മൾ ചിലപ്പം സെമിനാർ അവതരിപ്പിക്കേണ്ടി വരും. അപ്പം അനാട്ടമി ഒക്കെ പറഞ്ഞാൽ എല്ലാ സ്റ്റുഡന്റും ഒരു സെമിനാർ അവതരിപ്പിച്ചിട്ടുണ്ടാവണം, ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടാവണം. അവർ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എൽബോ ജോയിന്റ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് എൽബോ ജോയിന്റ് വരച്ച് കൊണ്ടുവരണം ചാർട്ടിൽ. ആൻഡ് അത് അവർ ഏത് ഡിസ്ട്രക്ഷൻ ടേബിൾ ആണോ ആ ടേബിളത്തെ സ്റ്റുഡൻസും പിന്നെ ആ ടേബിളിന് ഇൻചാർജ് ആയ PGയും അല്ലെങ്കിൽ ഇപ്പോൾ മാം ആണെങ്കിൽ പ്രൊഫസർ ആണെങ്കിൽ ആ മാമും ഉണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ അത് പ്രസന്റ് ചെയ്യണം. ഇങ്ങനത്തെ രീതിയിലാണ് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായത്. ഇനിയിപ്പോൾ സെക്കൻഡ് ഇയറിലായാലും ഇപ്പം പാത്തും ഒക്കെ നമ്മൾ എന്തായാലും സെമിനാർ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കുറേ കാര്യങ്ങൾ രാധികയോട് ചോദിച്ചു, അതേപോലെ കുറേ കാര്യങ്ങൾ എറിക്കിനോട് ചോദിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്രോഡ് പല കൺട്രീസിലും പഠിക്കുന്നതാണ് പുറത്ത് പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലത് എന്നുള്ളത്. അപ്പോൾ അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ അടുത്ത് വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തു.